അമേരിക്കയിലേക്ക് വരുന്ന വിദേശികൾക്കുള്ള വിസ നിയന്ത്രണങ്ങൾ ട്രംപ് ഭരണം കടുപ്പിക്കുന്നു. വിദ്യാർത്ഥി വിസ, എക്സ്ചേഞ്ച് വിസ, മാധ്യമ വിസ എന്നിവയ്ക്ക് പുതിയ കാലാവധി നിശ്ചയിച്ചുകൊണ്ടുള്ള നീക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. അതായത് മാധ്യമ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കുമാണ് ഇപ്പോൾ വിസ കടുപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ കൂടുതൽ നിരീക്ഷിക്കുക എന്നതാണ് ഈ തീരുമാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ഭരണകൂടം വ്യക്തമാക്കുന്നത്. ട്രംപ് ആകെ ഭയന്നിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അതായത് തൻ്റെ കസേര ആട്ടമുണ്ട്, കസേരയുടെ കാലിന് ആട്ടമുണ്ട് എന്നുള്ളത് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ രാജ്യത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രാജ്യത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അത്തരത്തിൽ കലാപങ്ങൾ തിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഒക്കെ നീക്കങ്ങൾ ഉണ്ടാക്കാൻ ചില ശക്തികൾ തൻ്റെ രാജ്യത്തിലേക്ക് കടന്നു കയറുന്നുണ്ട് എന്നൊക്കെ ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ മാധ്യമ പ്രവർത്തകരെയും ഇല്ലാതാക്കുന്നത്, അതായത് അവരുടെ ഒരു ഒഴുക്കിനെ തടയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കറിയാം, ഒരു നാട്ടിൽ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ അതൊരു മാധ്യമ പ്രവർത്തകരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു കോളേജിൽ നിന്ന് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് ആരംഭിക്കുന്നത്, ഉദ്ഭവിക്കുന്നത്. അപ്പോൾ അത് അവിടെ തടയുക എന്നുള്ളതുണ്ട്. അപ്പോൾ തൻ്റെ US കോളേജുകളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ളത് നിയന്ത്രിക്കണം. മാധ്യമപ്രവർത്തകർ, തനിക്ക് അനുകൂലമായ പ്രസ്താവനകൾ പറയുന്ന മാധ്യമപ്രവർത്തകർ മതി അമേരിക്കയിലേക്ക്. ഇങ്ങനെയുള്ള ഒരു ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് ഈ ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താണ് പുതിയ നീക്കമെന്ന് നോക്കാം. അതായത് ട്രംപ് ഭരണകൂടത്തിൻ്റെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് F&J വിസകൾ, അതായത് വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് സന്ദർശകർക്കും പരമാവധി 4 വർഷം വരെ മാത്രമേ വിസ ലഭിക്കുകയുള്ളൂ. പഠന പരിപാടിയുടെ ദൈർഘ്യം ഇതിൽ കുറവാണെങ്കിൽ ആ കാലാവധിയായിരിക്കും പരിഗണിക്കുക. I വിസകൾ മാധ്യമപ്രവർത്തകർക്ക്, അതായത് 240 ദിവസത്തേക്ക് മാത്രമായിരിക്കും വിസ അനുവദിക്കുക. എന്നാൽ ചൈനീസ് പൗരന്മാർക്ക് ഇത് കേവലം 90 ദിവസം മാത്രമായി പരിമിതിപ്പെടുത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ പുതിയ മാറ്റം നേരത്തെ ലഭ്യമായിരുന്ന മൾട്ടി ഇയർ വിസകളുടെ സാധ്യത കുറയ്ക്കുന്നതാണ്. ഭരണകൂടത്തിൻ്റെ വാദവും പ്രത്യാഘാതങ്ങളും, അതായത് കൃഷി, വിദ്യാഭ്യാസം, മാധ്യമപ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് ട്രംപ് ഭരണകൂടം പറയുന്നു. എന്നാൽ ഈ തീരുമാനത്തിന് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന എന്താണെന്ന് നോക്കാം. അതായത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലേക്കുള്ള യാത്ര കൂടുതൽ ദുഷ്കരമാകും. വിദേശ വിദ്യാർത്ഥികളുടെ ചെലവിൽ 10% കുറവ് വന്നാൽ മസാച്യൂസെറ്റ്സ് പോലുള്ള സംസ്ഥാനങ്ങളിൽ 1800 ജോലികൾ നഷ്ടപ്പെടാനും $260 മില്യൺ GDP കുറയാനും സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഗവേഷണ മേഖല, അമേരിക്കയുടെ സാങ്കേതിക ഗവേഷണ നവീകരണ മേഖലകളിലേക്കുള്ള വിദേശ സംഭാവനകൾ കുറയാൻ ഇത് കാരണമായേക്കും. ഈ നീക്കം അമേരിക്കയുടെ വിദ്യാഭ്യാസത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും തകർക്കുമെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. അമേരിക്കയുടെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഇത് മങ്ങലേൽപ്പിക്കും. നേരത്തെ 2020 ഇത്തരമൊരു നീക്കം നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഇത് പുതുക്കി നടപ്പാക്കുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഈ വിഷയത്തിൽ 30 ദിവസത്തെ പൊതുചർച്ചയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. എന്തായാലും നിഗമനങ്ങൾ വരുന്നത് ഇങ്ങനെയാണ്. അതായത് ട്രംപ് ഭരണകൂടത്തിൻ്റെ ഈ പുതിയ തീരുമാനങ്ങൾ രാജ്യത്തേക്ക് വരുന്നവരെ നിരീക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരീക്ഷണം ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്, അങ്ങനെ അതിന് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് വരുന്ന നിഗമനം. എന്നാൽ അത് അമേരിക്കയുടെ വിദ്യാഭ്യാസത്തെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ബാധിച്ച് ആഗോളതലത്തിൽ രാജ്യത്തിൻ്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്താൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സ്റ്റുഡൻറ് വിസ നിയമങ്ങൾ കർശനമാക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിൻ്റെ നീക്കം അന്താരാഷ്ട്ര വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് US തന്നെ ഏറ്റവും വലിയ വിദേശ വിദ്യാർത്ഥി സമൂഹമായ ഇന്ത്യൻ കുടുംബങ്ങൾക്കിടയിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കർശനമായ നിയന്ത്രണങ്ങൾ വിസ ദുരുപയോഗം തടയുമെന്ന് വാഷിംഗ്ടൺ വാദിക്കുമ്പോൾ, ലോകത്തിലെ ഏറ്റവും മികച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമെന്ന നിലയിൽ അമേരിക്കയുടെ ദീർഘകാല ആധിപത്യം ഈ നയം തകർക്കുമെന്ന് വിമർശകർ പറയുന്നു. വിദേശ പഠന യാത്രയെ വിദ്യാർത്ഥികൾ വ്യക്തതയോടെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇതുപോലുള്ള നയനിർദ്ദേശങ്ങൾ അടിവരയിടുന്നു. ആഗോള നൈപുണ്യ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും ഇന്റേൺഷിപ്പുകളും ഗവേഷണ അവസരങ്ങളും തേടുന്നതിലൂടെയും ശക്തമായ നെറ്റ്വർക്കുകൾ കെട്ടിപ്പടിക്കുന്നതിലൂടെയും അവർ US സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതായിരിക്കും വ്യത്യസ്ത ഘടകം. നിലവിലെ അസ്ഥിരമായ നയപരിസ്ഥിതിയിൽ നാവിഗേറ്റ് ചെയ്യാനും ദീർഘകാല കരിയർ ഫലങ്ങൾ സുരക്ഷിതമാക്കാനും ഈ ഘടകങ്ങൾ വിദ്യാർത്ഥിയെ സഹായിക്കുമെന്ന് വൺ സ്റ്റെപ്പ് ഗ്ലോബലിലെ COO സിദ്ധാർത്ഥ് അയ്യർ പറഞ്ഞു.
US വിസ നയത്തിൽ എന്താണ് ഇത്ര വലിയ മാറ്റം എന്ന് ചോദിക്കുന്നവരോട്, FI നേരത്തെ ഉള്ളത് തന്നെയല്ലേ ഇപ്പോഴും ഉള്ളത് എന്ന് ചോദിക്കുന്നവരോട്, അതായത് FJA വിസകൾക്കുള്ള നിശ്ചിത കാലാവധിയാണ്. ഈ കാലാവധിയിൽ വന്ന മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥി വിസ അഭിമുഖങ്ങൾ വൈകി ഉദ്യോഗസ്ഥർ ഇപ്പോൾ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ ചരിത്രം പരിശോധിക്കുന്നുണ്ട്. രാഷ്ട്രീയ വീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് പാലസ്തീൻ അനുകൂല പ്രവർത്തനങ്ങൾ വിസ നിഷേധിക്കലിനും റദ്ദാക്കലിനും കാരണമായി റിപ്പോർട്ടുണ്ട്. നിയമപരമായിട്ടുള്ള മേൽക്കോയ്മ, അതായത് ഹാർവാർഡ് പോലുള്ള സർവകലാശാലകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കാനുള്ള കഴിവ് റദ്ദാക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇതിനകം തന്നെ പോരാടി താൽക്കാലിക നിയന്ത്രണ ഉത്തരവുകൾ നേടിയിട്ടുണ്ട്. എന്തിനാണ് ഈ നീക്കം നടത്തുന്നതെന്നുള്ളത് അവരുടെ വിശദീകരണം. അതായത് ഈ മാറ്റം വിസ ദുരുപയോഗം കുറയ്ക്കും, മേൽനോട്ടം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് ഭരണകൂടം അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും കുടിയേറ്റ വക്താക്കൾ പറയുന്നത് ഈ നീക്കം പ്രധാനമായും രാഷ്ട്രീയപരമാണെന്നും യഥാർത്ഥ വിദ്യാഭ്യാസ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അതിർത്തി നിയന്ത്രണം സംബന്ധിച്ച ആഭ്യന്തര ആശങ്കകൾ നിറവേറ്റുന്നതും ആണെന്നാണ്. ഇത് മാത്രമല്ല, മാധ്യമ പ്രവർത്തകരോടുള്ള ഒരു നിയന്ത്രണം കൂടി നമുക്ക് കാണാൻ പറ്റും. അതായത് മാധ്യമ പ്രവർത്തകർ എന്ത് വാർത്തകളാണ് അമേരിക്കയിൽ നിന്ന് പുറത്തു പോകേണ്ടത് എന്ന് അമേരിക്ക തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്ക എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യമായിട്ടാണ് പറയുന്നത്, പക്ഷെ അതിനെ അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അങ്ങനെ ഒരു വൈപ്പുണ്ട്. പക്ഷേ ആ രാജ്യത്തിൻ്റെ ഒരു ഓട്ടോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ ഒരു ടോണിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഈ രാജ്യത്തിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു തീരുമാനമായിട്ട് ഇത് മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികളുടെ വിസ കാലയളവ് പരിമിതിപ്പെടുത്താൻ ഒരുങ്ങിയ ട്രംപ് ഭരണകൂടം മാധ്യമപ്രവർത്തകരുടെ ഈ ഒരു ഒഴുക്ക് കൂടെ തടയുന്നതോടെ എത്തരത്തിലുള്ള മാധ്യമപ്രവർത്തകരാണ് അമേരിക്കയിലേക്ക് വരേണ്ടത് എന്നുകൂടെ അദ്ദേഹത്തിന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടും. അപ്പോൾ തനിക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്ന മാധ്യമപ്രവർത്തകർ അവർ മാത്രം മതി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ട്രംപ് ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് നോബൽ പ്രൈസിന് വേണ്ടിയാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയും പറയാം. കാരണം ഇവിടെ ഒരു PR സ്റ്റണ്ടാണ് ഇവിടെ നടത്തുന്നത്. ട്രംപിൻ്റെ ഒരു ഇമേജ് എത്രത്തോളം കീപ്പ് ചെയ്യാനാണ് അദ്ദേഹം ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അമേരിക്കയിൽ യാതൊരുവിധ പ്രക്ഷോഭങ്ങളും ഉണ്ടാകാതിരിക്കുക, ട്രംപിനെ അത്തരത്തിലുള്ള ഒരു ഇമേജ് സാമൂഹ്യ മാധ്യമങ്ങളിലും ഇൻ്റർനാഷണൽ മീഡിയയിലും നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഏക മോട്ടോ.